തൃശൂർ മേയർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്നു കേട്ട പേര് ലാലി ജെയിംസിന്റേതായിരുന്നു. ലാലി ജെയിംസ് കഴിഞ്ഞ ദിവസം വിയോജിപ്പുകളൊക്കെ വ്യക്തമാക്കിയതിന് പിന്നാലെ അവർക്ക് സസ്പെൻഷൻ നടപടിയും നേരിട്ടിരിക്കുകയാണ്. ലാലി ജെയിംസ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീമതി ലാലി ജെയിംസ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഇരുട്ടിന്റെ മറവിൽ ഒരു സസ്പെൻഷൻ വന്നതായി കേട്ടു. തീർച്ചയായിട്ടും എനിക്ക് തന്നിട്ടില്ല, എന്നെ അറിയിച്ചിട്ടില്ല. ഞാൻ മാധ്യമങ്ങളിലാണ് അത് കാണുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം അതെനിക്ക് രേഖാമൂലം ഞാൻ കൈപ്പറ്റിയാലല്ലേ ഞാൻ അത് സ്വീകരിച്ചു എന്നുള്ള നിലപാടുള്ളൂ. അപ്പോൾ അത് പക്ഷേ മാധ്യമങ്ങളിലൂടെ വരുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യണമായിരുന്നു. നടപടി ഉണ്ടാകും എന്നൊക്കെ നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരു നടപടി സംഭവിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ അതിന്റെ രേഖ കയ്യിലെത്തി. ആ നടപടിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, സ്വീകരിക്കുന്നു, സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. പക്ഷേ ഞാൻ ഒരു കാരണവശാലും എൻ്റെ പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളിലേക്കും ഞാൻ ഇനി കടക്കില്ല. കാരണം അത് ഈ സസ്പെൻഷൻ കിട്ടിയത് കൊണ്ട് മാത്രമല്ല, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അതായത് എനിക്കേറ്റ മുറിവുകളും എനിക്കേറ്റ ആഘാതങ്ങളും ഇനി ഒരു പാർട്ടി പ്രവർത്തകർക്കും ഉണ്ടാകരുത്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ കുറച്ചും കൂടെ മര്യാദാപരമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടവർ, ചിന്തിക്കേണ്ടവർ പിന്നെ മുതിർന്ന നേതാക്കളാണ്. അപ്പോൾ ഒരു പക്ഷേ എന്നെ വിളിച്ച് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, എന്നോട് വന്ന് സംസാരിക്കാമായിരുന്നു. എനിക്ക് ഇവരുടെ ഇടയിൽ നിൽക്കുന്ന ധാരാളം ആളുകളുണ്ടല്ലോ, എന്നോട് എൻ്റെ വിഷമങ്ങളെക്കുറിച്ച് ചോദിക്കാൻ പോലും മര്യാദ കാണിച്ചില്ല. അത് പോട്ടെ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എന്നും അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരാളാണ്. അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇതിലുണ്ടായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ ചെറുതല്ല, വലിയ കാര്യങ്ങൾ ഞാൻ പുറത്തുനിന്ന് കേട്ടു. അതായത് ഒരു മേയർ പദവിക്ക് വേണ്ടി പണം കൊടുത്ത്, ആർക്കെങ്കിലും പണം കൊടുത്ത് അത് വാങ്ങിച്ചോ എന്നുള്ളത് പലരും എന്നോട് ചോദിച്ചിരുന്നു. പല സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പിന്നെ ഡോക്ടർ നിജിയുടെ ഭർത്താവും നിജിയും പലരെയും സമീപിച്ചു എന്നുള്ളതൊക്കെ ഞാൻ കേട്ട കാര്യങ്ങൾ ഞാനത് പൊതുജനങ്ങളെ അറിയിച്ചു എന്നുള്ളതാണ്. അത് ഞാൻ അനുവദിക്കില്ല. കാരണം അതിൻ്റെ പ്രതിഷേധമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ താഴെ തട്ടിൽ ഒരു ബൂത്ത് പ്രസിഡന്റ് മുതൽ അങ്ങേ അറ്റം വരെയുള്ള ആളുകളുടെ കഠിന പ്രയത്നമാണ് ഈ വിജയം. ഈ വിജയം എന്ന് പറയുന്നത് നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ്സിന് കിട്ടിയിട്ടുള്ളൊരു അവസരമാണ്. ഇത് നേതാക്കൾ മുകളിലിരുന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ താഴെ തട്ടിൽ അഹോരാർത്ഥം പണിയെടുത്ത് ഈ ഭരണം പിടിച്ച ഒരുപാട് പേര് ഇവിടെയുണ്ട്. അതിലൊരാളാണ് ഞാനും. നീണ്ട 10 വർഷം പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് LDFൻ്റെ അനീതിക്കെതിരെ, അഴിമതിക്കെതിരെ ഒക്കെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കുകയും 29-30 കേസുകളടക്കം വന്നൊരു വനിതയാണ് ഞാൻ. കാരണം അതെൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കുള്ളതല്ല, മറിച്ച് ഈ കൗൺസിൽ സജീവമായി പ്രവർത്തിച്ചു വന്ന ഒരു നേതാവാണ്. അവിടെ പ്രാദേശികമായി താങ്കളെ ഇപ്പോൾ എതിർ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾക്കായാലും പരിചിതമായ ഒരു മുഖമാണ്. അത് താങ്കളുടെ പ്രവർത്തനത്തിലൂടെ നേടിയെടുത്ത പരിചയമാണ്. അതുകൊണ്ടാണല്ലോ ലാലി ജെയിംസിന്റെ നേരിട്ട ഒരു അനീതി നമ്മൾ മാധ്യമങ്ങൾ പോലും അത്രയും ചർച്ചയാക്കുന്നത്. ഏതെങ്കിലും ഒരു പേരല്ലല്ലോ ലാലി ജെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ പാർട്ടി ആ രീതിയിൽ പരിഗണിച്ചില്ല. പ്രത്യേകിച്ചും DCC നേതൃത്വം മാറിയല്ലോ ഇപ്പോൾ. അപ്പോൾ ജോസഫ് ടാജറ്റ് വന്നതിന് ശേഷം ലാലിയുടെ മെറിറ്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു തീരുമാനത്തിലേക്ക് പോയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് ലാലിക്ക് നിഷേധിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും അദ്ദേഹം കുറച്ചുകൂടിയും പക്വതയോടുകൂടി പെരുമാറണമായിരുന്നു, പക്വതയോടുകൂടി തീരുമാനങ്ങൾ എടുക്കണമായിരുന്നു. അദ്ദേഹം കേവലം കണ്ടത് ഞാനൊരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ മാത്രമാണ്. 4 തവണ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ സീറ്റ് തന്നു, അത് പണം വാങ്ങിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ 4 തവണയും വോട്ട് നൽകിയത് ജനങ്ങളാണ്. ഞാൻ ജനങ്ങളോടൊപ്പം നിലനിൽക്കുന്നൊരു വ്യക്തിയാണ്. 2 തവണ ഞാൻ നിന്നത് ലാലൂരിൽ എന്ന സ്ഥലത്താണ്. ലാലൂരിൽ മത്സരിക്കാൻ ഒരാളുടെ പേര് പോലും അവിടെ നിന്ന് പോയിട്ടില്ല. കാരണം അവിടെ മത്സരിക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. ആ ധൈര്യം ഏറ്റെടുത്തുകൊണ്ട് 2 തവണയും അവിടെ വിജയിച്ച് ആദ്യ തവണ 1000 ഭൂരിപക്ഷം, ഇത്തവണ ചരിത്ര ഭൂരിപക്ഷം 1527 ഞാൻ ചെന്നത്. ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. പിന്നെ പാർട്ടി തലക്കെട്ടുകളൊന്നുമില്ലാത്ത സാധാരണ എളിയ പ്രവർത്തകയാണ്. ഏത് അനീതിക്കെതിരെയും ഞാൻ ശക്തമായിട്ട് നിലകൊള്ളാറുണ്ട് എന്നുള്ളത് നിങ്ങൾക്കടക്കം പൊതുജനങ്ങൾക്കറിയാം. അനീതി ഞാൻ അനുവദിക്കില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യം എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ വലിയ സ്ഥാനമാനങ്ങളുള്ള ഒരു വ്യക്തിയാണ് നിജി ജസ്റ്റിൻ. അതിൻ്റെ ക്രൈറ്റീരിയ നിശ്ചയിച്ചു കൊടുത്തപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അഡ്വക്കേറ്റ് സുബി ബാബു KPCC മെമ്പറും DCC ജനറൽ സെക്രട്ടറിയുമായി നിരവധി കാലം ഉള്ളൊരു വ്യക്തിയാണ്. 4 തവണ വിജയിച്ച കൗൺസിലറാണ്, ഡെപ്യൂട്ടി മേയറാണ്.
എന്തുകൊണ്ട് അവരെ പരിഗണിച്ചില്ല എന്നുള്ളതും എൻ്റെ ഒരു ചോദ്യമാണ്. അത് ഒരു അനീതിയല്ലേ അവരോടും കാണിച്ചത്. അപ്പോൾ എൻ്റെ ഒരു സ്ഥാനമാനത്തിന് വേണ്ടിയല്ല, മറിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം എല്ലാവരെയും ഒരേപോലെ കാണാൻ ശ്രമിക്കണം. ശ്രീമതി ലാലി ജെയിംസ്, ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതിന്റെ പിന്നിൽ എനിക്കും വ്യക്തിപരമായി തോന്നിയത് മെറിറ്റ് ആണല്ലോ പരിഗണിക്കപ്പെടേണ്ടത്. ഇപ്പോൾ പ്യുവർ മെറിറ്റ് ആണ് പരിഗണിക്കപ്പെടേണ്ടത്. അപ്പോൾ ആ പ്യുവർ മെറിറ്റിൽ തീരുമാനമെടുക്കാതെ വരുമ്പോൾ ജനങ്ങൾ തന്ന മാൻഡേറ്റ് ആണ് നീതിപൂർവമായ ഇടപെടലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് മാത്രം അല്ലാതെ ഇനി എനിക്ക് പാർട്ടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലും എന്നെ പരിഗണിക്കരുത്, പുതിയ ആളുകൾക്ക് കൊടുക്കണം എന്നുള്ളത്. ഇപ്പോൾ ഒത്തുതീർപ്പായിട്ട് ഒരു സ്ഥിരം സമിതി അംഗം എന്നുള്ള പദവി പരിഗണനയിലുണ്ടെന്ന് കേൾക്കുന്നു. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ആഗ്രഹിക്കുന്നില്ല. കാരണം ഇനിയും മാറി വന്ന ആളുകൾക്ക് ഇനി ഞാനൊരു ജനങ്ങളെ കൊണ്ട് അധികാരമോഹി എന്ന് പറയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ വിജയിപ്പിച്ച ജനങ്ങളോടൊപ്പം തൃശ്ശൂരിലെ ലാലൂരിൽ എന്നെ വിജയിപ്പിച്ച, എന്നെ വിശ്വസിച്ച ജനങ്ങൾക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തന്നെ വികസനം കൊടുത്തുകൊണ്ടും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഈ 5 വർഷം പൂർത്തിയാക്കണമെന്ന് മാത്രമാണ് എനിക്ക് ആഗ്രഹമുള്ളൂ. ഒരു സ്ഥാനമാനങ്ങളും എനിക്കിനി വേണ്ട. പക്ഷേ അനീതി കണ്ടാൽ പ്രതികരിക്കും. ഇവിടെ അനീതി കണ്ടു, താങ്കൾ അതേക്കുറിച്ച് പറഞ്ഞു. രാജൻ പല്ലനെ കുറിച്ച് പറയുമെന്ന് പറഞ്ഞ് താങ്കൾ നാവെടുക്കുന്നതിന് മുൻപേ സസ്പെൻഷനിലേക്ക് പോയിരിക്കുകയാണ്. യെസ്, അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ എന്താണെന്നും ഒക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. അതിനകത്തേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സാമ്പത്തിക ഇടപാട് ആരാണ് നടത്തുന്നത്? ശ്രീമതി ലാലി ജെയിംസ് ഒരു അർത്ഥവിരാമം ഇട്ട് കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അതിനകത്തേക്ക് കടക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ സൂചനകൾ നൽകി. അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടവർ നേതൃത്വമാണ്, അവരന്വേഷിച്ചോളൂ. ഓക്കെ, താങ്ക് യു. KC വേണുഗോപാൽ അടക്കമുള്ള ആരെങ്കിലും വിളിച്ചോ താങ്കളെ? ഇല്ല. ഒന്നാമത്തെ, നമ്മളൊരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ നമ്മളൊരു സ്ഥാനം നിശ്ചയിക്കുമ്പോൾ പ്രാദേശിക തലത്തിൽ ഇവിടെ DCC നേതൃത്വത്തിന് ഇവിടെ കഷ്ടപ്പെട്ട ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ അവസാന ഘട്ടത്തിൽ പാർട്ടിയുടെ സ്ഥാനപ്പേരുകൾ ലേബലാക്കി വെച്ചുകൊണ്ട് ഒരാളെ കൊണ്ടിറക്കുമ്പോൾ അവരും ശ്രദ്ധിക്കേണ്ടതല്ലേ. നാളെ ഒരു പാർട്ടി പ്രവർത്തകർക്കും ഈ ഒരു അനുഭവങ്ങൾ ഉണ്ടാകരുത്. എല്ലാവരും അച്ഛയും മാംസവും വികാരങ്ങളും വേദനകളും ഒക്കെ ഉള്ള ആളുകളാണ്. അല്ലെങ്കിൽ അവർ ഒരു കാരണവശാലും ഒരിക്കലും എന്നെ വിളിച്ച് അതിനുവേണ്ടി ആഗ്രഹിക്കരുത്, നിങ്ങളെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നില്ല എന്ന് എന്നെ അറിയിക്കാമായിരുന്നു. താങ്കൾ പറഞ്ഞത് തമാശ എന്നാണ് ആദ്യം KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞത്. താങ്കൾ പറഞ്ഞത് തമാശ എന്നായിരുന്നു കണ്ണൂരിൽ ഇന്നലെ താങ്കൾ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ. ഓക്കെ, ആ തമാശയായിട്ട് എടുത്തോട്ടെ. സത്യം ഒരു കാലത്തും മറഞ്ഞിരിക്കുകയില്ല. സത്യം വെളിപ്പെടുക തന്നെ ചെയ്യും. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. നമുക്കെല്ലാവർക്കും ജീവിച്ചിരിക്കുന്നവർക്ക് കേൾക്കാനും കാണാനും കഴിയട്ടെ. ചില അപ്രിയ സത്യങ്ങൾ പറഞ്ഞതുകൊണ്ട് എന്നെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിക്കുന്നു. ഈ സത്യങ്ങൾ ഇതിലെന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ഞാൻ ഈശ്വരനെ സാക്ഷി നിർത്തി പറയാണ്, ഇത് പുറത്തു വരിക തന്നെ ചെയ്യും. പണമിടപാട് എന്ന ആ ഒരു ആരോപണം താങ്കൾ ആവർത്തിക്കുകയാണല്ലേ? അല്ല, വീണ്ടും അതന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് മറ്റൊരു മറുപടി കിട്ടില്ല. പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അത് ഞാൻ കേട്ടു. ഞാൻ അവർ കൊടുക്കുന്നത് കണ്ടിട്ടില്ല. എൻ്റെ കയ്യിലൊരു വീഡിയോ ക്ലിപ്പുമില്ല, ഒന്നുമില്ല. എൻ്റെ വികാരം എന്നെ സ്നേഹിക്കുന്ന പല ആളുകളും നഗരത്തിൽ നിന്ന് എന്നോട് ഷെയർ ചെയ്തു. ഇങ്ങനെ അവർ പോകുന്നുണ്ടല്ലോ, അട്ടിമറിയുമോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. ലാലി സൂക്ഷിക്കണം, ഒരു പക്ഷേ ലാലിയുടെ പേര് മാറാൻ 2 ദിവസത്തിനുള്ളിൽ മാറുമെന്ന് പറഞ്ഞു. അതുപോലെ സംഭവിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു, അവരൊക്കെ പറഞ്ഞത് ശരിയായിരിക്കുമല്ലേ എന്നുള്ളത്. അത് ഞാൻ പൊതുജനങ്ങളെ അറിയിച്ചു എന്നുള്ളത് ശരിയാണ്. അധികാരമോഹത്തിൻ്റെ വലിയ സ്വപ്നങ്ങളല്ല അത്. അനീതിക്കെതിരെ ഉയരുന്ന ഒരു പ്രതിഷേധ സ്വരമായി മാത്രം കണ്ടാൽ മതി. ഉറപ്പായും ആ പ്രതിഷേധ സ്വരം ജനം കേൾക്കുന്നുമുണ്ട്. ശ്രീമതി ലാലി ജെയിംസ്, താങ്കൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് താങ്കളോട് നമ്മൾ സംസാരിച്ചതും. അപ്പോൾ വളരെ നന്ദി ശ്രീമതി ലാലി ജെയിംസ്. ജനങ്ങളുണ്ട് തനിക്കൊപ്പം എന്നാണ് ലാലി ജെയിംസ് പറയുന്നത്. സസ്പെൻഷൻ ഉത്തരവ് തന്റെ കയ്യിൽ കിട്ടിയില്ല, പേപ്പർ തന്റെ കയ്യിൽ കിട്ടിയില്ല, പക്ഷേ ഇക്കാര്യം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുവെന്നും ലാലി പറയുകയാണ്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ലാലി ജെയിംസ്. ഇനി പറയേണ്ടത് നേതാക്കളാണ്.